ഇതുവരെയുള്ള കണക്കനുസരിച്ച് ഇന്ത്യയിൽ ഒരു 5G സ്മാർട്ട് ഫോൺ വാങ്ങണമെങ്കിൽ നമ്മൾ എങ്ങനെ പോയാലും മിനിമം ഒരു 14,500 15,000 രൂപ റേഞ്ചിൽ നമ്മൾ ചിലവാക്കേണ്ടതുണ്ട്. എന്നാൽ ഇന്ത്യയിലെ 5G സ്മാർട്ട് ഫോണുകളുടെ വില കൃത്യമായിട്ട് പറഞ്ഞാൽ ഒരു 12,999 രൂപയിലേക്ക് കുറച്ച സ്മാർട്ട് ഫോൺ ഏത് എന്ന് ചോദിച്ചാൽ അത് പോക്കോ M4 എന്ന ഈ ഒരു 5G സ്മാർട്ട് ഫോണാണ്. അപ്പോൾ നമ്മൾ ഈ വീഡിയോയിലൂടെ പരിശോധിക്കുന്നത് പോക്കോ M4 5G എന്ന സ്മാർട്ട് ഫോണിൻ്റെ വിശേഷങ്ങളാണ്. ഓർക്ക് ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ ബേസ് വേരിയൻ്റ് വില 12,999 രൂപയാണെങ്കിലും വീണ്ടും ഓഫറുകൾ വഴി 2,000 രൂപ വഴി ഡിസ്കൗണ്ട് നേടിക്കൊണ്ട് നമുക്ക് 10,999 രൂപയ്ക്ക് പോലും നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോൺ വാങ്ങാൻ സാധിക്കും. അപ്പോൾ പോക്കോ സത്യത്തിൽ 5G സ്മാർട്ട് ഫോൺ രംഗത്ത് ഒരു വലിയ കാൽവെപ്പ് വെച്ചു എന്ന് വേണം പറയാൻ ആ ഒരു പ്രൈസിങ്ങിൻ്റെ കാര്യത്തിൽ. എന്നിവ പറഞ്ഞ് ദീർഘിപ്പിക്കാതെ നമുക്ക് പോക്കോ M4 5G എന്ന സ്മാർട്ട് ഫോൺ അൺബോക്സ് ചെയ്ത് ഇതിൻ്റെ വിശേഷങ്ങൾ ഓരോന്നായിട്ട് പരിശോധിക്കാം. ഇവിടെ ബോക്സിൻ്റെ പുറത്ത് ഇതുപോലെ മെയ്ഡ് ഇൻ ഇന്ത്യ എന്ന് എഴുതിയിട്ടുണ്ട്, പോക്കോ എന്ന് എഴുതിയിരിക്കുന്നു, പോക്കോ M4 5G. അപ്പോൾ ഇതിൻ്റെ ബാക്കിലേക്ക് വരുമ്പോൾ ഇതിൻ്റെ പ്രധാനപ്പെട്ട സ്പെസിഫിക്കേഷൻ ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്. നമ്മളിന്ന് പരിശോധിക്കുന്നത് പവർ ബ്ലാക്ക് എന്ന കളർ വേരിയൻ്റാണ്, 6GB 128 എന്ന ഹയർ വേരിയൻ്റാണ് നമ്മൾ പരിശോധിക്കുന്നത്. എനിവേ അൺബോക്സ് ചെയ്യുന്നു. ഈ ഒരു യെല്ലോ കളറിലെ പേപ്പർ ബോക്സിനകത്ത് ഇതുപോലെ സിം ഇജക്ടർ പിൻ, അതിനകത്ത് യൂസർ മാനുവൽ വാറണ്ടി കാർഡ് ഇൻഫർമേഷൻ, ഇതുപോലെ മനോഹരമായിട്ടുള്ള ഒരു ബാക്ക് കേസ്. ഈ ഒരു കേസ് കാണുമ്പോൾ തന്നെ ഇതിൻ്റെ ഒരു ക്യാമറ മൊഡ്യൂളിൻ്റെ രീതിയൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ദേ ഇരിക്കുന്നു സ്മാർട്ട് ഫോൺ, അതിനകത്തേക്ക് വരാം. വേറെ എന്തൊക്കെയുണ്ടെന്ന് നോക്കാം. ചാർജിങ്ങിന് Type-C കേബിളാണ് നൽകിയിരിക്കുന്നത്, വലിയ കാര്യം ഈ പ്രൈസ് റേഞ്ചിൽ. അതുപോലെ 22.5 വാട്ടിൻ്റെ ഒരു ചാർജറാണ് ഫോണിൻ്റെ ബോക്സിനോടൊപ്പം നൽകിയിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു സ്മാർട്ട് ഫോൺ യഥാർത്ഥത്തിൽ 18 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് ഉള്ളൂ, പക്ഷേ ബോക്സിനോടൊപ്പം 22.5 വാട്ടിൻ്റെ ചാർജർ നൽകുന്നുണ്ട്. അത് ഷവോമിയുടെ നേരത്തെയുള്ള ചില ഫോണുകളും അത്തരത്തിൽ വന്നിട്ടുണ്ട്. ഹയർ ചാർജറുകൾ, ഫോണിൻ്റെ സപ്പോർട്ടിനേക്കാൾ കൂടിയ ചാർജറുകൾ വന്നിട്ടുണ്ട്. അത് നല്ല കാര്യമാണ്. കാരണം ഈ പറഞ്ഞ ഒരു 22.5 വാട്ട് സപ്പോർട്ടുള്ള വേറെ ഫോണൊക്കെ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ അവയും നമുക്ക് ചാർജ് ചെയ്യാൻ സാധിക്കും. എനിവേ ഇതായിരിക്കും നമ്മുടെ സ്മാർട്ട് ഫോൺ. അതെടുക്കുന്നു പുറത്തേക്ക്. പോക്കോയുടെ അടുത്തിടെ വന്ന സ്മാർട്ട് ഫോണുകളുടെയൊക്കെ ഒരു ഡിസൈൻ ലാംഗ്വേജ് നമുക്ക് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. ഈ ഒരു ക്യാമറ മൊഡ്യൂൾ നല്ല ഒരു ലുക്ക് സ്മാർട്ട് ഫോണിന് നൽകുന്നുണ്ട്. ഈ ബ്ലാക്ക് കളർ വേരിയൻ്റ് ഒരു സ്റ്റാൻഡേർഡ് ലുക്ക് തന്നെയാണ് സമ്മാനിച്ചിരിക്കുന്നത്. ഇവിടെ 5G എന്ന് എഴുതിയിട്ടുണ്ട്, ഇവിടെ ഇതുപോലെ പോക്കോ എന്ന് വലുതായിട്ട് എഴുതിയിട്ടുണ്ട്. ഫോണിൻ്റെ ബാക്കിലായിട്ട് 2 ക്യാമറകളാണ് നൽകിയിരിക്കുന്നത്. ആ 2 ക്യാമറകൾ ഒരു വലിയ ഏരിയക്കകത്താണ് കൊടുത്തിരിക്കുന്നത്. ഈ ഒരു ക്യാമറ മൊഡ്യൂൾ ഇത്രയും വലിയൊരു സൈസിനകത്ത് നൽകിയിരിക്കുന്നു, അതൊരു വലിയ കാര്യം. അത് പോക്കോയുടെ മുൻകാല ഫോണുകളും എല്ലാം ഈ ഒരു ക്യാമറ മൊഡ്യൂൾ കൊണ്ട് വ്യത്യസ്തമാകാറുണ്ട്. ഇവിടെ ഒരു LED ഫ്ലാഷ് ലൈറ്റും കാണാം. ഇവിടെ കണ്ടില്ലേ, ഒരു നമ്മുടെ കയ്യിലെ വിരലിലേക്ക് തമ്പടയാളം പോലെയുള്ള ഒരു ഗ്രിപ്പ് കൊടുത്തിട്ടുണ്ട്. പോളികാർബണേറ്റ് ബോഡിയാണ്, പ്ലാസ്റ്റിക് ബോഡിയാണ്, കുഴപ്പമില്ല. പക്ഷേ നല്ല ക്വാളിറ്റി ഉണ്ട്, കണ്ടില്ലേ. ചില ഫോണുകളുടെ ബാക്ക് നമ്മളിങ്ങനെ ആക്കുമ്പോൾ ഒരു പൊള്ള ഫീൽ ചെയ്യും, പക്ഷേ ഇത് കുറച്ചുകൂടെ റിജിഡായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. എന്തായാലും ഓക്കെ, ഇൻ ഹാൻഡ് ഫീൽ പറഞ്ഞാൽ കുഴപ്പമില്ല. 8.9 മില്ലിമീറ്ററാണ് ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ തിക്നെസ്. അതുപോലെ ഇതിൻ്റെ ഈ ഒരു സൈഡ് പ്രൊഫൈലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഒരു ഫ്ലാറ്റാണ്, കർവ്ഡ് അല്ല, ഫ്ലാറ്റ് ആയിട്ടുള്ള ഒരു പ്രൊഫൈലാണ് ഈ സൈഡ് ഇത്തരത്തിൽ നൽകിയിരിക്കുന്നത്. ഫോണിന് 200 ഗ്രാമാണ് ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ ഭാരം. വെയിറ്റ് ഡിസ്ട്രിബ്യൂഷനൊക്കെ ഓക്കെ ആണെന്ന് പറയേണ്ടി വരും. അതുകൊണ്ട് തന്നെയും ആ ഒരു 200 ഗ്രാം ഭാരം നമുക്ക് കൃത്യമായിട്ട് ഫീൽ ചെയ്യുന്നില്ല. കൊള്ളാം, അതിൻ്റെ ഒരു ബിൽഡ് ക്വാളിറ്റി ഓക്കെയാണ്. പിന്നെ ഈ ഒരു ക്യാമറ മൊഡ്യൂൾ ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ ബാക്ക് സൈഡിനെ ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ കുറച്ച് ഗ്ലോസിയാണ്. അതുകൊണ്ട് തന്നെയും അവിടെയൊക്കെ കണ്ടില്ലേ, നമ്മുടെ ഫിംഗർ പ്രിൻറ്റ് പതിയാനുള്ള സാധ്യത കൂടുതലാണ്. ഇനി നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോൺ ഒന്ന് ഓൺ ചെയ്ത് നോക്കാം. ഓൺ ചെയ്യുമ്പോൾ ഇതുപോലെ പോക്കോ എന്നും പവേർഡ് ബൈ ആൻഡ്രോയിഡ് എന്നും എഴുതി കാണിക്കുന്നു. ഫോണിൻ്റെ വലത് സൈഡിലേക്ക് നോക്കുമ്പോൾ ഇതുപോലെ വോളിയം ബ്രോക്കേഴ്സും പവർ ബട്ടണും കാണാം. താഴെയായിട്ട് സ്പീക്കർ ഗ്രില്ല്, USB Type-C ചാർജിംഗ് പോർട്ട്, മൈക്രോഫോൺ. ഇടത് സൈഡിൽ സിം ട്രേ, മുകളിൽ 3.5mm ഓഡിയോ ജാക്ക് കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഇവിടെയായിട്ട് IR ബ്ലാസ്റ്റർ കൊടുത്തിട്ടുണ്ട്. ഷവോമിയുടെ എല്ലാ ഫോണുകളിലും IR ബ്ലാസ്റ്റർ കൊടുക്കാറുണ്ട്. അത് ഒരു വലിയ കാര്യമാണ്. കാരണം നമ്മുടെ വീട്ടിലുള്ള ടെലിവിഷൻ, റെഫ്രിജറേറ്റർ തുടങ്ങിയവ നമുക്ക് റിമോട്ട് ഇല്ലെങ്കിലും ഈ ഒരു ഫോൺ ഉപയോഗിച്ചുകൊണ്ട് കൺട്രോൾ ചെയ്യാനാകും. അടുത്തായിട്ട് നമുക്ക് ഈ ഒരു ഫോണിൻ്റെ സിം ട്രേ ഏത് ടൈപ്പാണെന്ന് നോക്കാം. ഞാൻ ഇതിനകത്തൊരു ഹൈബ്രിഡ് സിം സ്ലോട്ടാണ് പ്രതീക്ഷിക്കുന്നത്. നോക്കട്ടെ. എൻ്റെ പ്രതീക്ഷകളെ തെറ്റിച്ചുകൊണ്ട് ട്രിപ്പിൾ കാർഡ് സ്ലോട്ട് തന്നെ കൊടുത്തിട്ടുണ്ട്. അതായത് ഒരേ സമയം നമുക്ക് 2 നാനോ സിം കാർഡുകളും ഒരു മെമ്മറി കാർഡ് നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് ഉപയോഗിക്കാം. സാധാരണ കൂടുതൽ സ്മാർട്ട് ഫോൺ ആരാധകരും പ്രതീക്ഷിക്കുന്ന അല്ലെങ്കിൽ താല്പര്യപ്പെടുന്ന ഒരു സിം സ്ലോട്ട് എന്ന് പറയുന്നത് ട്രിപ്പിൾ കാർഡ് സ്ലോട്ടാണ്. അതെന്തായാലും ഈ ഒരു ഫോണിനകത്ത് കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഫ്ലാഗ്ഷിപ്പ് ഫോണുകളിൽ സാധാരണ ഇത്തരത്തിൽ ട്രിപ്പിൾ കാർഡ് സ്ലോട്ട് വരാറില്ല. ഈ ഒരു ഫോണിൻ്റെ ഡിസ്പ്ലേയെ കുറിച്ച് പറഞ്ഞാൽ 6.58 ഇഞ്ചിൻ്റെ ഫുൾ HD+ LCD ഡിസ്പ്ലേ ആണ് ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് നൽകിയിരിക്കുന്നത്. അപ്പോൾ ഇതൊരു LCD ഡിസ്പ്ലേ ആണ്. എന്നിരുന്നാലും ഇത്തരത്തിൽ 90 ഹെർട്സിന്റെ ഹയർ റിഫ്രഷ് റേറ്റ് ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് നൽകിയിട്ടുണ്ട്. അപ്പോൾ LCD ഡിസ്പ്ലേ വിത്ത് 90 ഹെർട്സ് റിഫ്രഷ് റേറ്റ്. അപ്പോൾ ഓർക്കുക, നമ്മൾ ഇത്തരത്തിൽ 5G സ്മാർട്ട് ഫോണുകളുടെ പിന്നാലെ പോകുമ്പോൾ 5G പ്രോസസർ വയ്ക്കുന്നതിൻ്റെ ഭാഗമായിട്ടും മറ്റ് പല കാര്യങ്ങളിലും നമ്മൾ വിട്ടുവീഴ്ചകൾ തയ്യാറാകേണ്ടതുണ്ട്.
അത് ഈ ഒരു ഫോണിനകത്ത് ഈ പറഞ്ഞ പോലെ LCD ഡിസ്പ്ലേ ആണ്. വേണമെങ്കിൽ ഈ പ്രൈസ് റേഞ്ചിൽ LED ഡിസ്പ്ലേ കിട്ടുന്ന ചില ഫോണുകളൊക്കെ ഉണ്ട്. പക്ഷേ നമുക്കിവിടെ LCD ഡിസ്പ്ലേ വിത്ത് 90 ഹെർട്സ് റിഫ്രഷ് റേറ്റ് ആണ് നൽകിയിരിക്കുന്നത്. അതുപോലെ ഈ ഒരു ഡിസ്പ്ലേക്ക് കോണിംഗ് ഗൊറില്ല ഗ്ലാസ് 3യുടെ പ്രൊട്ടക്ഷൻ കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയും നമുക്ക് ചെറിയ പോറലുകളൊന്നും ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ ഡിസ്പ്ലേക്ക് വരില്ലെന്ന് ആശ്വസിക്കാം. അതുപോലെ 90 ഹെർട്സിൻ്റെ റിഫ്രഷ് റേറ്റ് ആണെങ്കിലും ഈ ഒരു സ്മാർട്ട് ഫോണിന് 240 ഹെർട്സിൻ്റെ ടച്ച് സാമ്പിളിംഗ് റേറ്റ് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഗെയിം കളിക്കുമ്പോൾ നല്ലൊരു റെസ്പോൺസ് ഫോണിൻ്റെ ഡിസ്പ്ലേ സമ്മാനിക്കും. അത് മാത്രമല്ല ഈ ഒരു സ്മാർട്ട് ഫോണിൽ 401 pp ആണ് ഇതിൻ്റെ ഒരു പിക്സൽ പെർ ഇഞ്ച്. ഇതിൻ്റെ ഡിസ്പ്ലേ കുറിച്ച് പറഞ്ഞാൽ കുഴപ്പമില്ല, മനോഹരമായിട്ടുള്ള ഡിസ്പ്ലേ തന്നെയാണ്, പ്രശ്നങ്ങളൊന്നുമില്ല. പക്ഷേ വ്യൂയിങ് ആംഗിളൊന്നും അത്ര ഒരു പെർഫെക്ഷൻ എന്ന് പറയാനില്ല. എന്നിരുന്നാലും മനോഹരമായിട്ടുള്ള ഡിസ്പ്ലേ ആണ്. പക്ഷേ ഫ്രണ്ട് ക്യാമറ ഇത്തരത്തിൽ വാട്ടർ ഡ്രോപ്പ് നോച്ചായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. അതൊരു കുറവായിട്ട് തന്നെ എനിക്ക് ഫീൽ ചെയ്യുന്നു. ഈ ഒരു ഫോണിനകത്ത് പഞ്ച് ഹോൾ ക്യാമറ ആയിട്ട് കൂടെ കൊടുത്തിരുന്നെങ്കിൽ ഈ ഒരു സ്മാർട്ട് ഫോൺ വേറെ ലെവലായെന്ന് പറയണം. എന്ന് വെച്ച് ഇപ്പോൾ ലെവലല്ല എന്ന് അർത്ഥമാക്കുകയും വേണ്ട. നമുക്ക് ഈ പറഞ്ഞ പോലെ വളരെ കുറഞ്ഞ പ്രൈസിൽ വാങ്ങുന്ന ഒരു 5G സ്മാർട്ട് ഫോണാണ് പോക്കോയുടെ പോക്കോ M4 5G എന്ന ഈ ഒരു സ്മാർട്ട് ഫോൺ. ഫോണിനകത്ത് ആൻഡ്രോയിഡ് 12 അധിഷ്ഠിതമായിട്ടുള്ള സോഫ്റ്റ്വെയർ നൽകിയിരിക്കുന്നു എന്നുള്ളതൊരു വലിയ കാര്യമാണ്. സാധാരണ ഈ പ്രൈസ് റേഞ്ചിൽ വരുന്ന മിക്ക സ്മാർട്ട് ഫോണുകളിൽ ഇപ്പോഴും ആൻഡ്രോയിഡ് 11 ആണ് വരുന്നത്. പക്ഷേ ഇവിടെ ആൻഡ്രോയിഡ് 12 കൊടുത്തിട്ടുണ്ട്. അതൊരു വലിയ കാര്യം. മാത്രമല്ല ഈ ഒരു ഫോണിനകത്ത് ഷവോമിയുടെ യൂസർ ഇൻ്റർഫേസ് ആയിട്ടുള്ള MIUI 13 ഫോർ പോക്കോയ്ക്ക് വേണ്ടിയിട്ടുള്ള MIUI 13 ആണ് ഇതിനകത്തും നൽകിയിരിക്കുന്നത്. ഫിംഗർ പ്രിന്റ് നേരത്തെ ഞാൻ പറഞ്ഞ പോലെ സൈഡ് മൗണ്ടഡ് ആയിട്ടാണ്. അത് നല്ല ഫാസ്റ്റ് ആയിട്ട് റെസ്പോണ്ട് ചെയ്യുന്നുണ്ട്. കണ്ടില്ലേ, ചെറിയ ഒരു ടച്ചിൽ തന്നെ ഫിംഗർ പ്രിന്റ് അൺലോക്ക് ആകുന്നുണ്ട്. ഫോണിനകത്ത് ഇത്തരത്തിൽ FM റേഡിയോ നൽകിയിട്ടുണ്ട്. അതും വയർലെസ് കണക്ടിവിറ്റി ഉള്ള FM റേഡിയോ ആണ്. അതായത് സാധാരണ നമ്മുടെ ഫോണുകളിലൊക്കെ FM റേഡിയോ വർക്ക് ചെയ്യണമെങ്കിൽ നമ്മൾ ഹെഡ്സെറ്റ് കണക്ട് ചെയ്യണം. ഇവിടെ ഹെഡ്സെറ്റ് വേണ്ട. ഹെഡ്സെറ്റ് കണക്ട് ചെയ്തില്ലെങ്കിലും നമുക്ക് ഒരു സാധാരണ റേഡിയോ വർക്ക് ചെയ്യുന്ന പോലെ നമുക്ക് ഇതിനകത്ത് FM ഉണ്ട് എന്നുള്ളത് പ്രത്യേകതയാണ്. മാത്രമല്ല ഈ ഒരു സ്മാർട്ട് ഫോൺ അത് ഡ്യുവൽ ബാൻഡ് വൈഫൈയുടെ സപ്പോർട്ട് ഉണ്ട്. ബ്ലൂടൂത്ത് വെർഷൻ 5.1 ആണ് നൽകിയിരിക്കുന്നത്. ഓർക്കുക, ഈ ഒരു സ്മാർട്ട് ഫോൺ അത് NFC സപ്പോർട്ട് നൽകിയിട്ടില്ല. അതുപോലെ തന്നെ ഈ ഒരു സ്മാർട്ട് ഫോൺ IP52 വാട്ടർ റെസിസ്റ്റൻ്റ് ആണെന്ന കാര്യം ഓർമ്മിപ്പിക്കട്ടെ. ഈ ഒരു സ്മാർട്ട് ഫോൺ അത് ഹൈറസ് ഓഡിയോയുടെ സപ്പോർട്ട് നൽകിയിട്ടുണ്ട്. അത് നമ്മൾ ഹെഡ്സെറ്റ് കണക്ട് ചെയ്യുമ്പോഴാണ് ആ ഒരു സപ്പോർട്ട് ലഭിക്കുന്നത്. ഇനി ഇതിൻ്റെ ഒരു സൗണ്ട് ക്വാളിറ്റിയെ കുറിച്ച് പറഞ്ഞാൽ ഫോണിനകത്ത് മോണോ സ്പീക്കറാണ് നൽകിയിരിക്കുന്നത്. നേരത്തെ ഇത്തരം വളരെ വില കുറഞ്ഞ പ്രൈസ് റേഞ്ചിൽ പോലും സ്റ്റീരിയോ സ്പീക്കർ കൊടുത്ത ഒരു ബ്രാൻഡായിരുന്നു പോക്കോ. പക്ഷേ എന്തായാലും ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് മോണോ സ്പീക്കറാണ് കൊടുത്തിരിക്കുന്നത്. സൗണ്ട് ക്വാളിറ്റിയും ഇതിൻ്റെ ഒരു വോളിയം പറഞ്ഞാൽ ഓക്കെ ആണെന്ന് പറയേണ്ടി വരും. പക്ഷേ ഒരു സ്റ്റീരിയോ സ്പീക്കർ കൊടുത്തിരുന്നെങ്കിൽ കുറച്ചുകൂടെ നല്ലതായിരുന്നു എന്ന് തോന്നുന്നു. അടുത്തതായിട്ട് ഈ ഒരു ഫോണിന്റെ പെർഫോമൻസ് സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ മീഡിയടെക്കിന്റെ ഡയമൻസിറ്റി 700 എന്ന 5G പ്രോസറാണ് ഈ ഒരു സ്മാർട്ട് ഫോണിന് കരുത്ത് പകരുന്നത്. ഈ ഒരു മീഡിയടെക്കിന്റെ 700 എന്ന് പറയുന്ന പ്രോസസർ കുഴപ്പമില്ലാത്തൊരു പ്രോസറാണ്. ഏകദേശം 3 ലക്ഷത്തിലധികം ANTUTU സ്കോർ സമ്മാനിക്കുന്ന ഒരു പ്രോസറാണ്. അതുകൊണ്ട് തന്നെയും സാമാന്യം തരക്കേടില്ലാത്ത ഒരു പെർഫോമൻസ് ഈ ഒരു സ്മാർട്ട് ഫോൺ കാഴ്ചവെക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. 2 RAM വേരിയന്റുകളാണ് ഈ ഒരു സ്മാർട്ട് ഫോൺ ലഭിക്കുക. 4GB 6GB. അതുപോലെ ആ ഒരു റാം ടൈപ്പ് എന്ന് പറയുന്നത് LPDDR4X RAM ആണ്. അതുപോലെ ഇന്റേണൽ സ്റ്റോറേജിൻ്റെ കാര്യം പറഞ്ഞാൽ 64GB 128GB എന്നീ 2 വേരിയൻ്റ് ആണുള്ളത്. ആ ഒരു സ്റ്റോറേജ് ടൈപ്പ് എന്ന് പറയുന്നത് UFS 2.2 ആണ്. മൊത്തത്തിൽ ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ ഗെയിമിംഗ് എക്സ്പീരിയൻസ് ഒക്കെ പറയുകയാണെങ്കിൽ ഒരു ഡീസൻ്റ് ആയിട്ടുള്ള ഒരു ഗെയിമിംഗ് എക്സ്പീരിയൻസും ഒരു പെർഫോമൻസും ഈ ഒരു സ്മാർട്ട് ഫോൺ കാഴ്ചവെക്കും. കാരണം മീഡിയടെക്കിൻ്റെ ഡയമൻസിറ്റി 700 എന്ന 5G പ്രോസർ ഉപയോഗിച്ച നിരവധി സ്മാർട്ട് ഫോണുകൾ നമ്മൾ തന്നെ നിങ്ങൾ പരിചയപ്പെടുത്തിയതാണ്. ഫോണിൻ്റെ ക്യാമറ സെറ്റപ്പിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നേരത്തെ നമ്മൾ കണ്ടതുപോലെ ഫോണിൻ്റെ ബാക്ക് സൈഡിലായിട്ട് 2 ക്യാമറകളാണ്. ഇതിനകത്ത് പ്രൈമറി ക്യാമറ വന്നിട്ട് 50 മെഗാ പിക്സലിൻ്റെ പ്രൈമറി ക്യാമറ കൊടുത്തിട്ടുണ്ട്, ഡീസൻറ്റ്. പക്ഷേ രണ്ടാമതൊരു ക്യാമറയായിട്ട് 2 മെഗാ പിക്സലിൻ്റെ ഒരു ഡെപ്ത് സെൻസറാണ് നൽകിയിരിക്കുന്നത്. അതൊരു ബോക്കെ എഫക്റ്റ് ഒക്കെ നൽകാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഡെപ്ത് സെൻസർ കൊടുത്തിരിക്കുന്നത്. അത് 2 മെഗാ പിക്സലിൻ്റെ പേരിന് വേണ്ടി ഒരു ബോക്കെ സെൻസർ കൊടുത്തിരിക്കുന്നു എന്ന് മാത്രം. സെൽഫി എടുക്കുന്നതിന് വേണ്ടി ഇത്തരത്തിൽ വാട്ടർ ഡ്രോപ്പ് നോച്ചിൽ 8 മെഗാ പിക്സലിൻ്റെ ഒരു സെൽഫി സെൻസറാണ് കൊടുത്തിരിക്കുന്നത്. ഇപ്പോൾ നമുക്കൊരു സെൽഫി എടുത്ത് നോക്കാം. ഒരു ഭയങ്കര സംഭവം എന്നൊന്നും പറയാനില്ല. ഒരു 8 മെഗാ പിക്സലിൻ്റെ സെൽഫി ക്യാമറ പെർഫോം ചെയ്യുന്ന രീതിയിൽ ഈ ഒരു സ്മാർട്ട് ഫോണിനകത്തും വരുന്നുണ്ട്. അതുപോലെ ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ ബാക്ക് ക്യാമറയെ കുറിച്ച് പറഞ്ഞാൽ ഈ ഒരു 50 മെഗാ പിക്സലിൻ്റെ ആ ഒരു സെൻസർ കുറച്ച് വൈഡ് കൂടുതൽ നൽകുന്നു എന്ന് തോന്നുന്നുണ്ട്. ക്വാളിറ്റി പറയുകയാണെങ്കിൽ കുഴപ്പമില്ല, കുറച്ച് ഡീറ്റെയിലിംഗ് ഒക്കെ നമുക്ക് ലഭിക്കുന്ന തരക്കേടില്ലാത്തൊരു പെർഫോമൻസ് ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ ക്യാമറ നൽകുന്നുണ്ട്. ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ ബാക്ക് ക്യാമറ ഉപയോഗിച്ചുകൊണ്ടും ഫ്രണ്ട് ക്യാമറ ഉപയോഗിച്ചുകൊണ്ടും നമുക്ക് മാക്സിമം 1080 30 ഫ്രെയിംസ് പെർ സെക്കൻഡ് വരെയുള്ള വീഡിയോകളാണ് ഷൂട്ട് ചെയ്യാനാവുക. ഓർക്കുക, ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഒരിക്കലും 4K റെസൊല്യൂഷൻ ഒന്നും ഒരു സ്മാർട്ട് ഫോണിനകത്തും പ്രതീക്ഷിക്കാൻ സാധിക്കില്ല. ബാറ്ററി സൈഡിലേക്ക് വന്നാൽ 5000 mAh ബാറ്ററി കരുത്ത് നൽകുന്നുണ്ട് ഈ ഒരു സ്മാർട്ട് ഫോണിന്. 18 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ടാണ് നൽകുന്നത്. കുഴപ്പമില്ല, ഡീസൻ്റ് ആണ്. പക്ഷേ ഫോണിൻ്റെ ബോക്സിനോട്
അതോടൊപ്പം നേരത്തെ കണ്ടതുപോലെ 22.5 വാട്ടിൻ്റെ ചാർജർ തന്നെ നൽകിയിരിക്കുന്നു എന്നുള്ളതും ഒരു വലിയ കാര്യമാണ്. അതുപോലെ ചാർജിങ് ടൈപ്പ് സി പോർട്ടും നൽകിയിരിക്കുന്നു എന്നുള്ളതും വലിയ കാര്യം. ഈ ഒരു സ്മാർട്ട് ഫോൺ ലഭ്യമാകുന്ന കളറുകളെ കുറിച്ച് പറഞ്ഞാൽ യെല്ലോ, പവർ ബ്ലാക്ക്, കൂൾ ബ്ലൂ എന്നീ 3 നിറങ്ങളാണ് ഈ ഒരു സ്മാർട്ട് ഫോൺ ലഭ്യമാകുന്നത്. അത് പോക്കോയുടെ മുൻകാല സ്മാർട്ട് ഫോണുകളെല്ലാം ഈ ഒരു 3 കളറിലാണ്, യെല്ലോ, ബ്ലൂ, ബ്ലാക്ക്, ഈ 3 കളറിലാണ് ലഭ്യമാവുക. അതിനകത്ത് യെല്ലോ എന്ന് പറയുന്ന കളർ നല്ല എടുത്തു നിൽക്കുന്ന ഒരു കളറാണ്. പക്ഷേ ബ്ലാക്ക് എന്ന് പറയുന്നത് കുറച്ചുകൂടി ഡീസൻ്റ് ആണ് എന്നുള്ളതും ഓർമ്മിപ്പിക്കട്ടെ. അടുത്തായിട്ട് ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ പ്രൈസിംഗ് ആണ്. ഞാൻ ആദ്യം മുതൽ പറഞ്ഞതുപോലെ 4GB 64GB ഈ ഒരു വേരിയൻ്റാണ് സ്റ്റാർട്ടിങ്. ഇതിൻ്റെ വിലയെന്ന് പറയുന്നത് 12,999 രൂപയാണ്. പക്ഷേ നമ്മൾ SBIയുടെ കാർഡ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഈ ഒരു ഫോൺ വാങ്ങുന്നതെങ്കിൽ നമുക്ക് 2,000 രൂപയുടെ ഒരു ഡിസ്കൗണ്ട് കൂടി കിട്ടും. അപ്പോൾ ഇതിൻ്റെ ബേസ് വേരിയൻ്റ് 10,999 രൂപയ്ക്ക് നമുക്ക് വാങ്ങാം എന്നുള്ളതൊരു പ്രത്യേകതയാണ്. ഹയർ വേരിയൻറ്റിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് 14,999 രൂപയാണ്. അപ്പോൾ ഈ പറഞ്ഞ പോലെ SBI കാർഡ് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ പർച്ചേസ് ചെയ്താൽ നമുക്ക് വീണ്ടും അവിടെയും 2,000 രൂപ ഡിസ്കൗണ്ട് വന്നിട്ട് 12,999 രൂപയ്ക്കും വാങ്ങും. ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ ബേസ് വേരിയൻറ്റ് SBI ക്രെഡിറ്റ് കാർഡോട് കൂടി വാങ്ങിയാൽ നമുക്ക് 10,999 രൂപയ്ക്ക് വാങ്ങാൻ സാധിക്കും. ഒന്ന് ആലോചിച്ച് നോക്കി, 10,999 രൂപയ്ക്ക് ഒരു 5G സ്മാർട്ട് ഫോൺ നമ്മുടെ കയ്യിലേക്ക് എത്തുന്നു. പോക്കോ M4 5G എന്ന പേര്. ഈ പ്രൈസ് റേഞ്ചിൽ ഞാൻ കാണുന്ന ഒരു കുറവെന്ന് പറയുന്നത് ഇതിനകത്ത് വാട്ടർ ഡ്രോപ്പ് നോച്ചാണ് എന്നുള്ളത് മാത്രമാണ്. സീരിയസ്ലി ബാക്കി 3.5mm ഓഡിയോ ജാക്ക് ഉണ്ട്. അതുപോലെ ഇതിനകത്ത് ട്രിപ്പിൾ കാർഡ് സ്ലോട്ട് ഉണ്ട്. ഒരുവിധം ഡീസൻ്റ് ആയിട്ടുള്ളൊരു ഡിസ്പ്ലേ നൽകുന്നുണ്ട്. LCD വിത്ത് 90 ഹെർട്സ് റിഫ്രഷ് റേറ്റ് ഇല്ലേ, കാണാൻ ലുക്കുണ്ട്. പെർഫോമൻസ് വൈസ് കുഴപ്പമില്ല. മീഡിയടെക്കിൻ്റെ ഡയമൻസിറ്റി 700 പ്രോസസ്സർ ഇല്ലേ, 4GB റാം ലഭിക്കുന്നുണ്ട് ബേസ് വേരിയൻറ്റിൽ തന്നെ. 64GB ഇൻ്റർണൽ മെമ്മറി, അങ്ങനെ എല്ലാം നോക്കിയാൽ കൊള്ളാം. 5000 mAh ബാറ്ററി, 18 വാട്ട് ഫാസ്റ്റ് ചാർജിങ്, എല്ലാം കൊള്ളാം. പിന്നെ ഈ പറഞ്ഞ ഒരു കുറവേ ഞാൻ കാണുന്നുള്ളൂ, ഈ പറഞ്ഞ ഒരു വാട്ടർ ഡ്രോപ്പ് നോച്ച്. അത് ഒരു പഞ്ച് ഹോളാക്കി കൊടുക്കാമായിരുന്നു എന്ന് തോന്നുന്നു. അങ്ങനെയെങ്കിൽ കുറച്ചുകൂടെ ബെറ്റർ ആയേനെ. എന്ന് വെച്ച് ഇപ്പോൾ ഇത് മോശമെന്ന അർത്ഥമില്ല. തീർച്ചയായിട്ടും ഇന്ത്യയിൽ ഇന്ന് വാങ്ങാവുന്ന ഏറ്റവും വില കുറഞ്ഞ 5G സ്മാർട്ട് ഫോണായി 10,999 രൂപയ്ക്ക് നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോൺ ലഭിക്കുന്നു എന്നുള്ളത് തന്നെയാണ് പോക്കോ M4 5G എന്ന സ്മാർട്ട് ഫോണിനെ മറ്റ് ഫോണുകളിൽ നിന്ന് വ്യത്യസ്തമാക്കുന്നത്. എങ്ങനെ തോന്നുന്നു നിങ്ങൾക്ക് ഈ ഒരു സ്മാർട്ട് ഫോണിനെ കുറിച്ച്? നിങ്ങളുടെ അഭിപ്രായം വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് രേഖപ്പെടുത്താം. അപ്പോൾ ഇതുപോലെ മനോഹരമായിട്ടുള്ള മറ്റു പ്രോഡക്റ്റിൻ്റെ വിശേഷവുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരെ സ്റ്റേ സേഫ്, ബൈ.